പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അറിയാം, ഈ നാടിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ഇതുപോലെ തകർത്തൊരു ഭരണകൂടത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്കെതിരെ കേരളത്തിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും വേണ്ടി പൊരുതുന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് KPSTA എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ സമ്മേളനത്തിലേക്ക്, കോഴിക്കോട്ടേക്ക്, മുതലക്കുളം മൈതാനത്തേക്ക്, ഈ ചരിത്രമുറങ്ങുന്ന മണ്ണിലേക്ക് കടന്നു വന്ന മുഴുവൻ അധ്യാപകന്മാരെയും കോഴിക്കോടിന്റെ പേരിലും KPCCയുടെ പേരിലും കോഴിക്കോട്ടെ ഓരോ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിലും ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളുടെ പേരിലും ഹാർദമായ അഭിവാദ്യങ്ങളും സ്വാഗതവും സ്നേഹാശംസകളും അറിയിക്കാൻ ഞാൻ ആദ്യമായിട്ട് ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഈ വലിയ സമ്മേളനത്തിന് നേതൃത്വം നൽകുന്ന KPSCയുടെ മജീദ് മാഷും അരവിന്ദ് മാഷും ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട നിങ്ങളുടെ നേതാക്കന്മാർക്ക് എല്ലാവർക്കും, ജില്ലാ പ്രസിഡന്റുമാർക്ക്, സംസ്ഥാന ഭാരവാഹികൾക്ക്, സംസ്ഥാന ട്രഷറർമാർക്ക്, എല്ലാത്തിലും അപ്പുറത്തേക്ക് കേരളത്തിൽ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടും ഈ പറയുന്ന ത്രിവർണ്ണ പതാക താഴെ വെക്കാതെ, എന്നാൽ അവനവന്റെ ഉത്തരവാദിത്തങ്ങളിൽ രാഷ്ട്രീയം നോക്കാതെ വിദ്യാർത്ഥികൾക്കും പൊതുസമൂഹത്തിനും ഈ നാടിന്റെ വളർച്ചയ്ക്കും വേണ്ടി കഠിനാധ്വാനം നടത്തുന്ന നിങ്ങളുടെ ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾക്കൊടുവിൽ നിങ്ങൾ പറഞ്ഞു വെക്കുന്ന പരാതികൾ, ആ പരാതികൾ കോൺഗ്രസ് ഗവൺമെന്റ് വരാൻ കാത്തിരിക്കുന്ന കേരളത്തിൽ, ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ തിരിച്ചു വരുമെന്ന് ജനത തീരുമാനിച്ചിരിക്കുന്ന കേരളത്തിൽ ഒരു കാര്യം പറയുന്നു, അത് ചെവി കൊണ്ട് കേട്ട് അത് കഴുകിക്കളയില്ല. പരമാവധി അത്തരം കാര്യങ്ങളിൽ നീതി നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾക്ക് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം അടുത്ത ഗവൺമെന്റ് UDFന്റേതാണെങ്കിൽ നീതിയുക്തമായി കാര്യങ്ങൾ ചെയ്യാനുള്ള സമ്മർദ്ദം തീർച്ചയായിട്ടും പാർട്ടിയുടെ ഭാഗത്തുനിന്ന്, UDFന്റെ ഭാഗത്തുനിന്ന് ഈ നമ്മുടെ വരാനിരിക്കുന്ന ഗവൺമെന്റിന്റെ മേലുണ്ടാകും. അങ്ങനെ ഒരു ഗവൺമെന്റ് ഇവിടെ വരണമെന്ന് കേരളത്തിലെ ജനത ആഗ്രഹിക്കുന്നു. ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുള്ള പോരാട്ടമാണ് അടുത്ത 2 മാസങ്ങളിൽ നമുക്കെല്ലാവർക്കും ഏറ്റെടുത്ത് നടത്താനുള്ളത്. ഇടക്കാലത്ത് ഇപ്പൊ ഇവിടെ ടെറ്റിന്റെയൊക്കെ പരാതികൾ, ഒരുപാട് പ്രയാസങ്ങൾ പറയുന്നുണ്ട്. ഞാൻ കാസർഗോഡ് വന്നപ്പോൾ പറഞ്ഞു, ടെറ്റിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ പാർലമെന്റിനകത്തും പുറത്തും സാധ്യമായ വേദികളിൽ, കഴിയാവുന്ന വേദികളിൽ, പാർലമെന്റിനകത്തും പുറത്തും ശബ്ദിക്കുന്നവരിൽ ഒരു ശബ്ദം ഞങ്ങളുടേതായിരിക്കുമെന്നുള്ള ഉറപ്പ് ഈ സംഗമത്തിന് നൽകാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം കൂടെ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. എലിജിബിലിറ്റി ടെസ്റ്റിൽ, അതിന്റെ പ്രിലിമിനറി ടെസ്റ്റിൽ ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷൻ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ പറഞ്ഞതല്ല. ഇതേ വേദിയിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു സ്വീകരണം കൊടുത്തിരുന്നു. ആ സ്വീകരണം കോഴിക്കോട്ടെ നമ്മുടെ UDFന്റെ പഞ്ചായത്ത് മെമ്പർമാർക്കായിരുന്നു. ഉജ്ജ്വലമായ സമ്മേളനത്തിൽ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അതിൽ പങ്കെടുത്തിരുന്നു. ഈ കോഴിക്കോടിന്റെ ചരിത്രത്തിലില്ലാത്ത വിധം ചരിത്രത്തിലാദ്യമായി കോഴിക്കോട്ടെ ജില്ലാ പഞ്ചായത്തിന്റെ അധ്യക്ഷ പദവി ഉൾപ്പെടെ ഐക്യജനാധിപത്യ മുന്നണി വിജയിച്ചു കഴിഞ്ഞൊരു തെരഞ്ഞെടുപ്പിൽ 550-ലധികം ഗ്രാമപഞ്ചായത്തുകളിൽ ജനാധിപത്യ മുന്നണി വിജയിച്ചൊരു തെരഞ്ഞെടുപ്പിൽ 80-ലധികം ബ്ലോക്ക് പഞ്ചായത്തുകളിൽ UDF വിജയിച്ചൊരു തെരഞ്ഞെടുപ്പിനൊടുവിൽ 50-ലധികം മുനിസിപ്പാലിറ്റികളിൽ UDF വിജയിച്ചൊരു തെരഞ്ഞെടുപ്പിനൊടുവിൽ 7 ജില്ലാ പഞ്ചായത്തുകളിൽ ഐക്യജനാധിപത്യ മുന്നണി നേടിയൊരു തെരഞ്ഞെടുപ്പിനൊടുവിൽ കേരളത്തിലെ 6 കോർപ്പറേഷനിൽ 4 UDF നേടിയൊരു തെരഞ്ഞെടുപ്പിനൊടുവിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോ, ഈ ഗവൺമെന്റിനെ കേരളത്തിലെ ജനങ്ങൾ മടുത്തും വെറുത്തും പോയിരിക്കുന്നു എന്നുള്ളത് അവരുടെ വോട്ട് കൊണ്ട് തെളിയിച്ചവരാണ്. ഈ ജില്ല ഉൾപ്പെടെയുള്ള കേരളത്തിലെ ജില്ലകൾ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ ജില്ലകളിലും വലിയ വലിയ വിജയങ്ങൾ, ചരിത്ര വിജയങ്ങൾ, അട്ടിമറി വിജയങ്ങൾ, ഒരു കാലത്തും നമ്മൾ ജയിക്കാത്ത പഞ്ചായത്തുകൾ, ഒരു കാലത്തും നമ്മൾ ജയിക്കാത്ത സീറ്റുകൾ, ഒരു കാലത്തും നമ്മൾ ജയിക്കാത്ത കോഴിക്കോട്ടെ ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ, എന്തിനധികം പറയുന്നു, കോഴിക്കോട്ടെ കോർപ്പറേഷൻ പോലും 100-100 വോട്ടിനടുത്തെത്തുന്നവരെ BJPയെ കണ്ണയച്ച് സഹായിച്ച്, കൈയയച്ച് സഹായിച്ച് കൂടെ നിർത്തിയില്ലായിരുന്നെങ്കിൽ, CPM കൂടെ നിർത്തിയില്ലായിരുന്നെങ്കിൽ അതും മാറ്റിമറിക്കപ്പെടുമായിരുന്നു, റിസൾട്ട് ഇവിടെ സാധ്യമാകുമായിരുന്നു. അതിനെയൊക്കെ അട്ടിമറിച്ചാണ് ഒരു ചരിത്ര വിജയം നമ്മളിവിടെ കുറിച്ചത്. ആ വിജയത്തെ ഈ ഗവൺമെന്റ് എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടു. നിങ്ങൾ അറിയണം, ഈ ക്യാബിനറ്റ് അധ്യാപകരുടെ എലിജിബിലിറ്റി അളക്കാൻ നിൽക്കുന്നവർ, അധ്യാപകരുടെ എലിജിബിലിറ്റിക്ക് സുപ്രീം കോടതി പറഞ്ഞ സമയത്തിന് മുമ്പ് തന്നെ കേരളത്തിൽ നടപ്പിലാക്കണമെന്ന് വാശി പിടിക്കുന്ന ആളുകൾ, അവര് തിരിച്ചറിയണം, നിങ്ങൾ ഇനി കേരളത്തിൽ ഒരു ഗവൺമെന്റിനെ നയിക്കാൻ എലിജിബിൾ അല്ല എന്ന് എല്ലാം നിലക്കും കേരളത്തിലെ ജനത തീരുമാനിച്ചിരിക്കുന്നു. ആ തീരുമാനത്തെ എങ്ങനെയാണ് ഇവർ നോക്കിക്കാണുന്നത്? ഇവരുടെ എലിജിബിലിറ്റി എന്താ?